ഹലോ ഗായ്സ്, ഇതിന് നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള പുഡിങ് തപ്പി നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മാംഗോ പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാംഗോ വെറുതെ ഇങ്ങനെ മുറിച്ചിടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അവിടെ വെക്കാനേന്ന് ഒരു മൊഞ്ചിന്. അങ്ങനെ ഞാൻ പരിപാടിയിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. മിൽക്ക് മെയ്ഡും തേങ്ങാപ്പാലും ഒക്കെ കൂടി യോജിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അവിടെ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ല മാങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് പരിപാടി നോക്കാം. നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം മുറിച്ചിട്ട് മാറ്റുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഷേപ്പാക്കി വെക്കുക കേട്ടോ. എന്നിട്ടൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് ഇത് 4 ഭാഗവും ഇങ്ങനെ ഷേപ്പാക്കി മാറ്റിയതിന് ശേഷം ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് നമുക്കിതിനെ അതിലേക്ക് അസംബിൾ ചെയ്ത് വെക്കാം. ഓരോ ബ്രെഡ് പീസസ് ആയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതായത് തേങ്ങാപ്പാലിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം നന്നായിട്ട് ഇത് വെച്ചതിന് ശേഷം. അപ്പോൾ ഇതിന് നിങ്ങളെ പരിപാടി എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട്? അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ഒഴിച്ചു മാറ്റുന്നത് കാണാൻ. ഇത് ആ ഒരു ബ്രെഡിലേക്ക് ഇത് നന്നായിട്ട് ഉള്ളിലേക്ക് പോകണം. എന്നാലാണ് ബ്രെഡ് കഴിക്കുമ്പോൾ, നമ്മളിത് എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അടിപൊളി ഒരു പുഡിങ്ങാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. ഇതിന് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഇംപ്രസ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു അടിപൊളിയാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ഇതിന് മുകളിലായിട്ട് വെക്കുക. ഇങ്ങനെ മാംഗോ വെച്ചാൽ നമുക്കിങ്ങനെ കടിക്കുമല്ലോ, പുഡിങ് എടുക്കുമ്പോൾ കടിക്കുമ്പോൾ ആ പഴുത്ത മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടുമ്പോൾ വേറെ ഒരു ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ മാംഗോ ജ്യൂസില്ലേ, അതും ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മാംഗോൻ്റെ ആ പീസസും ഈ ജ്യൂസും പിന്നെ ബ്രെഡും ആ മിൽക്കിൽ മുങ്ങിക്കിടക്കുന്ന ബ്രെഡും എല്ലാം ആകുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഭയങ്കര ഈസിയാണ്, നമുക്ക് തിന്നാനും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിന് നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യലായിട്ട് പരിപാടി? ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്ലൈസ് ബ്രെഡും ഇങ്ങനെ മുകളിലായിട്ട് അസംബിൾ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് സെയിം നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ആ മിൽക്കും ഇങ്ങനെ ഒഴിച്ച് ഇത് അസംബിൾ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ തേങ്ങാപ്പാൽ മിൽക്ക് മെയ്ഡ് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് പിന്നെയും ആ ലെയർ റിപ്പീറ്റ് ചെയ്യുക. അതായത് മാംഗോൻ്റെ പീസസും പിന്നെ മാംഗോ ജ്യൂസും പിന്നെ ഈ ഒരു ക്രീമും അടിക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഫ്രഷ് ക്രീമും അടിച്ചത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനത് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, അതുപോലെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഫ്രഷ് ക്രീമും മാംഗോവും വരുന്നുണ്ട്. ലാസ്റ്റായിട്ട് മാംഗോ ജ്യൂസും ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണിത്, ഭയങ്കര വെറൈറ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ. ആൾക്കാരെ നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് വെറൈറ്റി എല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മാംഗോ പുഡിങ്.
ഇപ്പോൾ മാംഗോൻ്റെ സീസണും കൂടി ആയതുകൊണ്ട് എല്ലാം അവൈലബിൾ ആണല്ലോ ഈ സാധനം എല്ലാം. പിന്നെ മാംഗോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. മാംഗോസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്താഷ്യൂസ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ലെയറും അടിപൊളിയായിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇത് അടിപൊളിയല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാവരും ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് നിൽക്കുകയെന്ന് വിചാരിക്കുന്നു. മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞോ? മെഹന്തി നൈറ്റൊക്കെ എല്ലാം രാത്രി ആയിരിക്കും അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും ഇതും അടിപൊളിയായിട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കമൻറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. പിന്നെന്താ ഈ ഒരു പുഡിങ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വേറെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് ഇതിനെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏറ്റവും അടിപൊളിയായ ഒരു പുഡിങ് താഴെ ഒന്ന് മെൻഷൻ ചെയ്യണേ. എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഓക്കെ, ബായ്.